ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർമൽ സ്പെസിഫിക്കേഷൻ. എ ഫോർമൽ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ എ ലാംഗ്വേജ് whose vocabulary, syntax and semantics are formally defined. എ ഫോർമൽ സോഫ്റ്റ്വെയറിൻ്റെ സ്പെസിഫിക്കേഷൻ അതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാം ഒരു ലാംഗ്വേജിൽ. whose vocabulary, syntax and semantics are formally defined. The need for a formal semantic definition means that the specification of languages cannot be based on natural language. It must be based on mathematics. ഫോർമൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോർമൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻ, ആ ഫോർമൽ സിസ്റ്റത്തിന് ഫോർമൽ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷനും കൂടി ഉണ്ടാവും. ആ ഫോർമൽ സോഫ്റ്റ്വെയറിൻ്റെ ലാംഗ്വേജ് മാത്തമാറ്റിക്കലി ബേസ്ഡ് ആയിരിക്കും. സാധാ നാച്ചുറൽ ലാംഗ്വേജിനെ ബേസ്ഡ് ആയിരിക്കില്ല സോഫ്റ്റ്വെയറിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഫോർമൽ ലാംഗ്വേജ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് ആണ് പറയുന്നത്. The development of a formal specification provides insights and understanding of the software requirements and software design. Given a formal system specification and a complete formal programming language definition, it may be possible to provide that a program conforms to its specifications. Formal specification may be automatically processed. Software tools can be built to assist with their development, understanding and debugging. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് എ ഫോർമൽ ലാംഗ്വേജ്. ഫോർമൽ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫോർമൽ സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ്. ഇതെന്ത് ചെയ്യുന്നു? ആ ഫോർമൽ സ്പെസിഫിക്കേഷൻ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും സോഫ്റ്റ്വെയർ ഡിസൈനെ കുറിച്ചും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻസൈറ്റിങ്ങും എ ഫോർമൽ സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Given a formal system specification and a complete formal programming language definition, it may be possible to prove that a program conforms to its specifications. അപ്പോൾ ഒരു ഫോർമൽ സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ ഇത് ബേസ്ഡ് ആയിരിക്കും, ഒരു കംപ്ലീറ്റ് ഫോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസ്ഡ് ആയിരിക്കും. ഇറ്റ് മേ ബി പോസിബിൾ ടു പ്രൂവ് ദാറ്റ് എ പ്രോഗ്രാം കൺഫേംസ് ടു ഇറ്റ്സ് സ്പെസിഫിക്കേഷൻസ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷന് എന്തൊക്കെയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർമൽ സ്പെസിഫിക്കേഷൻ മേ ബി ഓട്ടോമാറ്റിക്കലി പ്രോസസ്ഡ്. ഇത് ഓട്ടോമാറ്റിക്കലാക്കി പ്രോസസ്സ് ചെയ്യും. സോഫ്റ്റ്വെയർ ടൂൾസ് ക്യാൻ ബി ബിൽറ്റ് ടു അസിസ്റ്റ് വിത്ത് ദർ ഡെവലപ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീബഗിങ്. ഡെവലപ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഡീബഗിങ് എന്നതിനെ സോഫ്റ്റ്വെയർ ടൂൾസ് എന്ത് ചെയ്യും? അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഡീബഗിങ്ങിനെ അസിസ്റ്റ് ചെയ്യും. ഡിപ്പെൻഡിങ് ഓൺ ദ ഫോർമൽ സ്പെസിഫിക്കേഷൻ ലാംഗ്വേജ് ബീങ് യൂസ്ഡ്, ഇറ്റ് മേ ബി പോസിബിൾ ടു അനിമേറ്റ് ഫോർമൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ടു പ്രൊവൈഡ് എ പ്രോട്ടോടൈപ്പ് സിസ്റ്റം. ഫോർമൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻ എന്ത് ചെയ്യാൻ കഴിയും? എ പ്രോട്ടോടൈപ്പ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഡിപ്പെൻഡിങ് ഓൺ ദ ഫോർമൽ സ്പെസിഫിക്കേഷൻ ലാംഗ്വേജ്. ഫോർമൽ സ്പെസിഫിക്കേഷൻസ് ആർ മാത്തമാറ്റിക്കൽ എൻറ്റൈറ്റീസ്. ഫോർമൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് മാത്തമാറ്റിക്കൽ എൻറ്റൈറ്റീസ് ആക്കും. ആൻഡ് മേ ബി സ്റ്റഡീഡ് ആൻഡ് അനലൈസ്ഡ് യൂസിങ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. ഫോർമൽ സ്പെസിഫിക്കേഷൻ മേ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ടു ദ ടെസ്റ്റർ ഓഫ് എ കമ്പോണൻറ്റ് ഇൻ ഐഡൻറ്റിഫൈങ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് കേസസ്. Formal specifications sometimes are not used because software management is conservative and unwilling to adopt new techniques whose payoff is not immediately obvious. Most software engineers have not been trained in formal specification techniques.
അതായത് കൂടുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഫോർമൽ സ്പെസിഫിക്കേഷൻ ടെക്നിക്സിൽ ട്രെയിൻ ആയിരിക്കില്ല. സം ക്ലാസസ് ഓഫ് സിസ്റ്റംസ് ആർ ഡിഫിക്കൽട്ട് ടു സ്പെസിഫൈ യൂസിങ് എക്സിസ്റ്റിംഗ് സ്പെസിഫിക്കേഷൻ ടെക്നിക്സ്. ചില സിസ്റ്റം ക്ലാസുകൾ ഡിഫിക്കൽട്ടാണ്, അതായത് സ്പെസിഫിക്കേഷൻ ടെക്നിക്സ് വെച്ച് സ്പെസിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇൻ്ററാക്റ്റീവ് ആൻഡ് ഇൻ്ററപ്റ്റ് ഡ്രൈവൻ സിസ്റ്റംസ് മൈറ്റ് ബി എക്സാമ്പിൾസ്. Relational and state-oriented notations. Relational notations are used based on the concept of entities and attributes. Entities are elements in the system. The names are chosen to denote the nature of the elements. അതായത് സ്റ്റാക്സ്, ക്യൂസ്, ഇതിൻ്റെയൊക്കെ നാച്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നെയിംസാണ് ചൂസ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട്സ് ആർ സ്പെസിഫൈഡ് ബൈ അപ്ലൈയിങ് ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസ് ടു ദ നെയിംഡ് എൻറ്റിറ്റീസ്. ആട്രിബ്യൂട്ട്സ് സ്പെസിഫൈ പെർമിറ്റഡ് ഓപ്പറേഷൻസ് ഓൺ എൻറ്റിറ്റീസ്, റിലേഷൻഷിപ്സ് എമോങ് എൻറ്റിറ്റീസ് ആൻഡ് ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. Relational notations include implicit equations, recurrence relations, and algebraic axioms. State-oriented specification use the current state of the system and the current stimuli presented to the system to show the next state of the system. The execution history by which the current state was attained does not influence the next state. It is dependent only on the current state and the current stimuli. സ്റ്റേറ്റ് ഓറിയൻറ്റഡ് സ്പെസിഫിക്കേഷൻസ് യൂസ്. സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസിന് യൂസ് ചെയ്യുന്നത് കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ആൻഡ് ദ കറൻറ്റ് സ്റ്റിമുലി പ്രസൻറ്റഡ് ടു ദ സിസ്റ്റം ടു ഷോ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. State-oriented notations include decision tables, event tables, transition tables, and infinite state tables. സ്റ്റേറ്റ് ഓറിയൻറ്റഡ് നോട്ടേഷൻസിൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടാബിൾസ് ഉണ്ട്, ഈവൻറ്റ് ടാബിൾസ് ഉണ്ട്, ട്രാൻസിഷൻ ടാബിൾസ് ഉണ്ട്, ആൻഡ് ഫൈനൈറ്റ് സ്റ്റേറ്റ് ടാബിൾസ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേറ്റ് ഓറിയൻറ്റഡ് നോട്ടേഷൻസ്. ഓക്കെ.